حب النبي ومدعوه خير العمل فعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما حبيب محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച ഒരുപാട് മഹാന്മാർ അവർ സ്വലാത്തു ചൊല്ലി ജീവിക്കുന്നു. അവരുടെ മുഴുവനും ചരിത്രം അയിമ്മത്ത് രേഖപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കഴിയുന്നവരൊക്കെ സംഭാവന സംഘാടകരോട് പറയണം. അതാ ഉമ്മമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ വന്നിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ പറയണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. സുലൈമാൻ അൽ ജസൂലി ആരാണ്? ദലായിലുൽ ഖൈറാത്ത് എന്ന കിതാബിന്റെ രചയിതാവ്, വലിയ മഹാൻ, ലോകം മുഴുവനും അറിയപ്പെടുന്ന പണ്ഡിതൻ സുലൈമാൻ അൽ ജസൂലി തങ്ങൾ. നിങ്ങൾക്കറിയുമോ, മൊറോക്കോക്കാരൻ, ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും എല്ലാവർക്കും സുലൈമാൻ അൽ ജസൂലി അറിയാം. മഹാനവറുകളെ കുറിച്ച് മാത്രം പ്രസംഗം നടത്താൻ മാത്രം ചരിത്രമുള്ള മഹാനാണ്. ആ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് അതാ വഴിയിൽ വെച്ചുകൊണ്ട് wudu എടുക്കണം, വെള്ളമില്ല. കിണറിന്റെ അടുക്കൽ ചെന്നപ്പോൾ കോരിയെടുക്കാൻ ബക്കറ്റില്ല. സുലൈമാനുൽ ജസൂലി തങ്ങൾ നിൽക്കുന്നു. അപ്പോ ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി ഇങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദേ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഉടനെ പറയുന്നു, ഉസ്താദ് മോളെ, wudu എടുക്കാൻ വെള്ളമില്ല, കിണറ്റിൽ വെള്ളമുണ്ട്, കോരാൻ പാത്രമില്ല. അപ്പൊ ചോദിച്ചു, ഉസ്താദ് എന്തിനാ വിഷമിക്കണത് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് മന്ത്രിച്ചിട്ട് ഈ കുട്ടി കിണറ്റിലേക്ക് അങ്ങ് തുപ്പിയപ്പോൾ വെള്ളം അങ്ങനെ ഉയർന്നു വന്നിട്ട് കിണർ ഹൗദ് പോലെയായി. wudu എടുത്തു കഴിഞ്ഞപ്പോൾ, ഞാനീ പറയുന്നത് ദലായിലുൽ ഖൈറാത്തിന്റെ മുഖദ്ദിമയിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ആ വെള്ളത്തിൽ നിന്ന് wudu എടുക്കുന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ നീ എന്താണ് ചെയ്തത്? അപ്പോൾ പറയുന്നു, ഞാൻ മറ്റൊന്നുമല്ല ചെയ്തത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടങ്ങ് തുപ്പിയതാണ്. നിങ്ങൾക്കതിന്റെ മഹത്വം അറിയില്ല അല്ലേ? എന്റെ സദസ്സിനോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇമാമിങ്ങളുടെ കിതാബിൽ കണ്ടതല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു അവിടെ വെച്ചങ്ങ് തീരുമാനിച്ചു സ്വലാത്തിൽ ഒരു കിതാബ് എഴുതാൻ. അങ്ങനെ എഴുതിയ കിതാബാണ് ദലായിലുൽ ഖൈറാത്ത്. ലോകത്ത് മുഴുവനും കോടിക്കണക്കിന് ജനങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ കിതാബാണ്. മാത്രമല്ല 40 കൊല്ലം മദീനത്തിരുന്നിട്ട് സുലൈമാനുൽ ജസൂലി തങ്ങൾ സ്വലാത്ത് ചൊല്ലി. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ വിശേഷണം പറയുമ്പോൾ പര്യായ പദങ്ങൾ, സിനണിംസുകൾ, മുത്തറാദിഫാത്തുകൾ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ദലായിലിന് വ്യത്യസ്ത പദാവലികൾ ഉണ്ടായതെന്ന് യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് ദലായിലിന്റെ വിശദീകരണത്തിൽ എഴുതുന്നു. ആ മഹാനായ സുലൈമാനുൽ ജസൂലി തങ്ങൾ വഫാത്തായി. മറാക്കിഷിലെ പള്ളിയുടെ മുറ്റത്ത് മഹാനവറുകളെ ഖബറടക്കി. 33 കൊല്ലം കഴിഞ്ഞു. അതാ പള്ളിയുടെ വികസനത്തിനു വേണ്ടി ആ മഹാനവറുകളുടെ ഖബർ തുറക്കുമ്പോ സുലൈമാനുൽ ജസൂലി തങ്ങളുടെ ശരീരത്തിന് കേടുവന്നിട്ടില്ലെന്ന് മാത്രമല്ല, നല്ല വെളുത്ത മനുഷ്യനാണ്. കൈ അവിടുത്തെ മുഖത്തൊന്ന് അമർത്തിത്തടകിയപ്പോ രക്തം നീങ്ങുന്നത് കാണുന്നുണ്ട്. ആ നിലക്ക് പച്ചയായ ശരീരമാണ്.
മുടി ചെറുതായി വെട്ടിയപ്പോഴാണ് ഖബറടക്കിയതെന്ന് പ്രായമുള്ളവർ പറഞ്ഞു. അതേ പടിയിൽ തന്നെ തലയിലെ മുടിയും കാണുന്നുണ്ട്. ആ നിലയിൽ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. ഇനി ആരും ഈ വിഷയത്തിൽ സംശയിക്കാതിരിക്കാൻ ഞാനൊന്ന് പറയാം. 1921 അതാ ബഗ്ദാദിന് സമീപം ഇറാഖിൽ 2 സ്വഹാബിമാരുടെ ഖബർ തുറന്നിട്ടുണ്ട്. ആ സ്വഹാബിമാരുടെ ശരീരത്തിന് കേടുവന്നിട്ടില്ല. വർഷം പറഞ്ഞത് മാറിയതല്ല, 1921 അത് രേഖപ്പെടുത്തിയതാരാണ്? അവിടുന്ന് വിദേശകാര്യ സേവനങ്ങളിൽ പ്രവർത്തിച്ച പാകിസ്ഥാനിന്റെ വിദേശ അംബാസഡറായ ഡോക്ടർ തഖി ഉസ്മാനി അദ്ദേഹത്തിന്റെ ജഹാനെ ദീദ എന്ന യാത്രാ ഡയറിയിൽ ഈ വിഷയം എഴുതിയിട്ടുള്ളത് കാണാം. പോരെങ്കിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ 3 പ്രാവശ്യം തുറക്കാൻ ഒരുങ്ങിയെന്നും 3 പ്രാവശ്യവും പരാജയപ്പെട്ടത് മഹാനവറുകളുടെ അങ്ങേയറ്റത്തെ കറാമത്താണെന്നും താരീഖുൽ ഇമാം ശാഫിഈയിൽ കാണാം. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ വേറെയും സംഭവങ്ങൾ പറയാം. ഏതായാലും സുലൈമാനുൽ ജസൂലി തങ്ങളുടെ ശരീരം സ്വലാത്തു ചൊല്ലി ഹബീബിലേക്ക് അടുത്തപ്പോൾ അവിടുത്തെ ശരീരത്തിന് കേടുവന്നിട്ടില്ല. അതുകൊണ്ട് അദിമി സ്വലാത്ത അലൻ നബി വ ആലിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പരമാവധി സ്വലാത്ത് ചൊല്ലിക്കോ. അതുവഴി റസൂലുള്ളാഹിനെ കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണൽ വലിയ ഒരു ഭാഗ്യമാണ്. ഇതാ എന്റെ കയ്യിലുള്ള ഗ്രന്ഥം കണ്ടോ, റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിലും ഉണർവിലുമായി കണ്ടവരുടെ ലിസ്റ്റ് പറയുന്ന കിതാബാണ് മുഅ്ജമു മൻ റആ സയ്യിദൽ ഖൽഖി ഫിൽ യഖ്ലതി വൽ മനാം. റസൂലുള്ളാഹിനെ ഉറക്കിലും ഉണർവിലും കണ്ട 100 കണക്കിന് മഹാന്മാരെ പറയുന്ന ഗ്രന്ഥമാണ്. വേറെ 100 പേരെ മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. റഅയ്തുൻ നബിയ്യ എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 100 മണിക്കൂർ പ്രസംഗങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അല്ലാഹു നമ്മെ മുഴുവനും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളെ മുഴുവനും അല്ലാഹു തഖ്വയുള്ളവരിൽ പെടുത്തട്ടെ. പറയട്ടെ, റമളാൻ മാസത്തിലെ 3 പത്തിലും റസൂലുള്ളാഹിനെ കണ്ട മഹാനാണ് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. റമളാനിലെ ഓരോ 10ലും റസൂലുള്ളാഹിനെ മനാമിൽ കണ്ടു. ആര് പറഞ്ഞു? ഇമാം ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് പറഞ്ഞു. തബീനു കദിബിൽ മുഫ്തരി അലാ മാ നുസ്ബ ഇലൽ ഇമാം അൽ അശ്അരി എന്ന കിതാബിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റമളാനിലെ 3 പത്തിലും കണ്ടു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ അബുൽ ഹസനേ, ഉൻസുർ അൽ മദാഹിബൽ മർവിയ്യത അന്നി യാ അബുൽ ഹസൻ. ഓ അബുൽ ഹസനേ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്തിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി ഇറങ്ങണം. അപ്പോൾ പറഞ്ഞു, എന്റെ ഉസ്താദ് പഠിപ്പിച്ചു തന്ന ചില വിദണ്ഡവാദങ്ങളുണ്ട്. ഞാൻ അതിന് മറുപടി പറയാൻ ഇറങ്ങിയാൽ അത് പ്രശ്നമാകില്ലേ നബിയേ? ഇല്ല. അപ്പോൾ റമളാനിന്റെ 27 രാവ് ജനങ്ങളെ മുഴുവനും ഖത്ം ആക്കിയിട്ട് ദുആ ചെയ്യുന്ന രാത്രിയാണ് ഞങ്ങളുടെ നാട്ടിൽ. എല്ലാവരും അതിന് പുറപ്പെട്ടു. എനിക്ക് പോകാൻ കഴിയുന്നില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വളരെ വിഷമത്തിലാണ്. അപ്പോഴാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് മയങ്ങിയപ്പോഴേക്ക് ഹബീബിനെ കണ്ടുപോയി. ഹബീബ് പറഞ്ഞു, ഓ അബുൽ ഹസനേ, നിങ്ങൾ ദീനിന്റെ പ്രചരണത്തിന് ഇറങ്ങിക്കോ. അങ്ങനെ ഇറങ്ങിയ മഹാനാണ് അബുൽ ഹസൻ അൽ അശ്അരി. ആ അശ്അരി ഇമാമിനെ പിൻപറ്റിയ മഹാന്മാരാണ് പിൽക്കാലത്ത് വന്ന ഇമാമുൻ നവവി, അതുപോലെയുള്ള ബഹുമാനപ്പെട്ട ഇമാമുൻ ഗസാലി. അവരെല്ലാം അങ്ങനെ അബുൽ ഹസൻ അൽ അശ്അരി തങ്ങളുടെ അനുയായികളാണ്. അല്ലാഹു തആല
മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഈ റമളാനിൽ റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് വർദ്ധിച്ച് ഇഷ്ക് വർദ്ധിച്ച് കാണുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ.